സാറേ, ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ടൊരു വാർത്തയിൽ ഇങ്ങനെ മലയാളം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അത് വേറെ തരത്തിൽ സംസാരിച്ചു. ഇപ്പോൾ സാറിനോട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ എന്താ വെച്ചാൽ, വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഒരു ഇഷ്യൂ ആണ്. അത് പുതിയ ഇഷ്യൂ അല്ല, പഴയതാണ് ഇഷ്യൂ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ, ക്യാമ്പയിൻ തന്നെ മാറിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ, സുൽത്താൻ ബത്തേരിക്ക് പണ്ട് ഗണപതി വട്ടം എന്നൊരു പേരുണ്ടായിരുന്നു. അത് ഞാനൊക്കെ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്, ഗണപതി വട്ടം എന്നാക്കണം എന്നൊക്കെ അവിടെ പല സംഘടനകളും അവിടുത്തെ തന്നെ ആവശ്യപ്പെട്ടതൊക്കെ. പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ വന്നത് ഉന്നയിച്ചതോടുകൂടി അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി. എല്ലാവരും ബാക്കി അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. ഇത് ഹിന്ദുത്വ അജണ്ടയാണ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ സാർ എങ്ങനെയാണ് ആ ഒരു ഇഷ്യൂവിനെ കാണുന്നത്? ഈ മാപ്പിളകളെ പറ്റി കുറച്ച് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, 4-5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പിളകളെ പുസ്തകങ്ങൾ എഴുതുമ്പോഴൊക്കെ ഈ ഗണപതി വട്ടം എന്നുള്ള പേര് അതിൽ കയറി വരാറുണ്ട്. ഇവിടെ ഒരു ചർച്ച അഹല്യാനഗർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അഹില്യബായ് അഹമ്മദ് നഗറിന് അഹില്യബായ് ഹോൾക്കറിൻ്റെ പേര്. അവരുടെ 300ാം ജന്മവർഷം ആണ്. RSSൻ്റെ 100ഉം ഇതും കൂടി ചേർത്ത് ഈ അഹില്യബായ് ഹോൾക്കർ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഔറംഗസേബ് നശിപ്പിച്ചതൊക്കെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. കാഞ്ചീപുരത്തുമൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലേക്ക് പോലും മറാത്ത രാജ്ഞിയായിരുന്ന അവരുടെ സഹായത്തിട്ടുണ്ട്. ഒരു വല്ലാത്ത പ്രസ്ഥാനം തന്നെയായിരുന്നു അവരുടെ ജീവിതകഥ പ്രചോദനാത്മകം ആണ്. അപ്പോൾ ആ അഹമ്മദ് നഗറിൻ്റെ പേര് അഹില്യ നഗർ എന്ന് മാറ്റുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ചർച്ചയിലും ഞാൻ എന്നെങ്കിലും സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റേണ്ടതാണ് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് പറയുമ്പോൾ ഈ 1984 തന്നെ സുരേന്ദ്രൻ ഇത് പ്രമോദ് മഹാജനോട് പറഞ്ഞിരുന്നു. പ്രമോദ് മഹാജൻ ഇത് എവിടെയോ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതിപ്പോൾ സംഭവിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ പല ഘട്ടങ്ങളിലും ഇതൊരു ഇഷ്യൂ എന്നെങ്കിലും ആകും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, കാരണം നമ്മൾ പല സ്ഥലത്തും പേരുകളൊക്കെ മാറ്റുന്നുണ്ടല്ലോ മോദി വന്ന ശേഷം. നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നെഹ്റു മാറ്റാതെ അവിടെ ഈ ജോർജ് അഞ്ചാമൻ്റെ പ്രതിമ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും അവിടെ ഡൽഹിയിൽ തുടർന്നിരുന്നു. അത് കഴിഞ്ഞ് ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ക്രൂഷ്ചേവ് സന്ദർശനത്തിന് വന്നിട്ട് ഇതെന്തിനാണ് ഇപ്പോഴും നിങ്ങളിവിടെ തുടരുന്നതെന്ന് ചോദിച്ചതിനെ തുടർന്നാണ് നെഹ്റു പിന്നെ മാറ്റിയത്. നാണക്കേടാന്ന് തോന്നിയത്. അവിടെ ചില സ്ഥലങ്ങളുടെ പേരൊക്കെ മാറ്റിയിട്ടേ കിങ്സ് വേ, ക്വീൻസ് വേ എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ജൻപത്ത് എന്നൊക്കെ ആക്കിയത്. 2 സ്ഥലങ്ങളുടെ പേര് നെഹ്റു അങ്ങനെ മാറ്റി. അത് മാറ്റാനുള്ള കാരണം പുള്ളിയുടെ പിതൃഭൂമി സോവിയറ്റ് യൂണിയൻ ആയതുകൊണ്ട് അവിടുന്ന് ക്രൂഷ്ചേവും ബുൾഗാനും വന്ന ആ സമയത്ത് അവരുടെ പുച്ഛം സഹിക്കവയ്യാതെ ആണ് അന്നത് മാറ്റിയത്. അപ്പൊ അവര് ചെയ്തിട്ടുണ്ടത്. നെഹ്റുവിന്റെ കാലത്ത് തന്നെ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഇങ്ങേരുടെ ചരിത്രം നോക്കുമ്പോൾ, ടിപ്പു സുൽത്താൻ്റെ ചരിത്രം നോക്കുമ്പോൾ, അങ്ങേര് മലബാറിലും മൈസൂരിലുമായിട്ട് 40 നഗരങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ തന്നെ മാറ്റിയിട്ടുണ്ടോ? ആ മാറ്റിയതിൻ്റെ അകത്ത് മൈസൂരിൻ്റെ പേര് നിസാമാബാദ്. അതെ. മംഗലാപുരത്തിൻ്റെ പേര് ജലാലാബാദ്. മംഗലാപുരത്താണോ സാർ അതോ? ഞാൻ ഇന്ന് ഇത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ്. തെറ്റുണ്ടാവാം, സബ്ജക്റ്റ് ടു കറക്ഷൻ. പിന്നെ ഹാസന്റെ പേര് ഖൈമാബാദ്. ഖൈമ KHYMA ഖൈമാബാദ്. കോഴിക്കോടിന്റെ പേര് ഇസ്ലാമാബാദ്. ആ ടിപ്പു മാറ്റിയ പട്ടികയിലുണ്ട്. അതൊക്കെ തള്ളിക്കളഞ്ഞു, അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. മടിക്കേരിയുടെ പേര് ജാഫറാബാദ്. ഫറോക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് കറക്റ്റാണ്. ഇയാള് വന്ന് കോഴിക്കോടിനടുത്ത് ഒരു കുന്നിന്റെ മുകളിൽ ക്യാമ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ ഖലീഫ ഉമർ അദ്ദേഹത്തിന്റെ ഉമറിന്റെ പേരാണ് ഈ ഫറൂഖാബാദ്. ആ പേരിട്ടതാണ് അത്. പക്ഷേ പിന്നീട് ലോപിച്ച് ഫറൂഖായി ആ സ്ഥലം അതാണ് ആ പേര് അംഗീകരിക്കുകയാണ്. ഇത്തരം സുൽത്താന്റെ അവശിഷ്ടങ്ങൾ
പലയിടത്തും ഇപ്പോഴും പലയിടത്തും ഉണ്ട്. സുൽത്താൻപേട്ട, സുൽത്താനത്. അതെ അതെ, ഈ കോഴിക്കോടിന്റെ പേരും മാറ്റിയിരുന്നു എന്നൊക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ ഹൈദറിന്റെ കാലത്ത് കുറച്ച് നാൾ നിന്നിട്ട് പിന്നെ മാറി. രണ്ട് കാരണങ്ങളുണ്ടായിന്. ഒന്ന്, സാമൂതിരിമാരോട് സുൽത്താൻമാർ കാണിച്ചത്, ഹൈദരാലി വന്ന് ആഹുതി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് സാമൂതിരിമാരോട് പൊറുക്കാത്ത സാമൂതിരിമാരോട് ഹൈദരാലി കാണിച്ച അക്രമം സഹിക്കാത്തൊരു മനസ്സ് കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷന് തന്നെ ഉണ്ട് വലിയ തോതിൽ. ഇപ്പോൾ ടിപ്പു സുൽത്താനെ ഒരു കാലത്തും ഞാൻ അംഗീകരിക്കില്ല. പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂം എന്ന വലിയ പണ്ഡിതൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹാരാജാവ് ഭരിച്ചാൽ മതി, ഭൂമിയിലെ ഏത് മുസ്ലിം രാഷ്ട്രത്തെക്കാളും സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എന്നും ഈ നാട് മതി. അത് ശരി. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഞങ്ങളുടെ സുൽത്താൻ എന്നാണ് സാമൂതിരിയെ പറഞ്ഞിരിക്കുന്നത്. സാമൂതിരിയുടെ തുഫത്തുൽ മുജാഹിദീനൊക്കെ ആ ഗണത്തിലാണല്ലോ. അപ്പോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ സാമൂതിരിപ്പാടിനെ ഉപരോധം തീർത്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച പാപം ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ടിപ്പു സുൽത്താനെതിരായിട്ട് ഈ പൊന്നാനി ആത്മീയതയുടെ സൈനുദ്ദീൻ മഖദൂമിന്റെ കൈവഴിയിലും വിശ്വാസത്തിലും വരുന്ന ഈ മുസ്ലിം പാരമ്പര്യം, മുസ്ലിം വിശ്വാസധാര ഒരു കാലത്തും ടിപ്പുവിനെ അംഗീകരിച്ചിട്ടില്ല. കാരണം അവര് വലിയ പ്രമാണിമാര്. ഇപ്പോ ചാവക്കാട്ട് മണത്തല മൂപ്പൻ, ഹൈദ്രോസ് കുട്ടി മൂപ്പൻ, അദ്ദേഹമാണ് അന്ന് സാമൂതിരി മഹാരാജാവിന്റെ കാലം തൊട്ടേ ഗുരുവായൂർ അമ്പലത്തിന്റെ ട്രസ്റ്റി പോലും ആയിരുന്നു. സാമൂതിരി സമുദായങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഗുരുവായൂർ അമ്പലത്തിനെ ആക്രമിക്കാതെ രക്ഷിക്കുകയൊക്കെ ചെയ്തു. ഗുരുവായൂർ അമ്പലത്തെ തടഞ്ഞു, അദ്ദേഹം രക്ഷിച്ചു. അപ്പോഴാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹത്തിന് ക്ഷാമം വന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ കാശെടുത്ത് തരാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കാരണം സാമൂതിരിയുടെ കാലത്ത് തന്നെ ഇതിന് ട്രസ്റ്റിയാണ്, ടിപ്പുവിന്റെ കാലത്ത് അത് തുടർന്നു. ടിപ്പു ഇദ്ദേഹത്തെ ഗവർണറായി വാഴ്ത്തി. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ കൊണ്ട് ഉപകാരമുണ്ട്. ഒരു ഘട്ടത്തിൽ ടിപ്പു ആവശ്യപ്പെടുകയാണ് ഗുരുവായൂർ അമ്പലത്തിലെ കാശെടുത്ത് തരണം. അദ്ദേഹം പറഞ്ഞു, സോറി, രാജാവ് സുൽത്താനൊക്കെ സുൽത്താൻ തന്നെ, ഇത് പക്ഷേ വിശ്വാസികളുടെ പണമാണ്, എൻ്റെ നാട്ടുകാരുടെ ദൈവത്തിൻ്റെ പണമാണ്, തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടിപ്പുവിൻ്റെ പട്ടാളം ഇദ്ദേഹത്തെ വളഞ്ഞു പിടിക്കുകയും ഭീകരമായിട്ട് ഏറ്റുമുട്ടി അദ്ദേഹം രക്തസാക്ഷിയാവുക ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് മണത്തല, ചാവക്കാടിനടുത്ത് മണത്തലയിൽ ഇദ്ദേഹത്തിൻ്റെ ജാറുണ്ട്, ദർഗാ ഷരീഫുണ്ട് സാർ. അവിടെ വലിയ നേർച്ച ഉത്സവം നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെക്കാൾ ഹിന്ദുക്കൾ അവിടെ എല്ലാവരും ഒരുമിച്ച് ചെല്ലുന്ന ആ ഒരു പാരമ്പര്യമുണ്ട്. മഞ്ചേരിയിലെ അത്തംകുരിക്കളുണ്ടായിരുന്നു. അവരുടെ കബലാപം ടിപ്പുവിനെതിരെ ഉണ്ട് താനും. ആ മൂപ്പന്മാരുടെ വലിയ തോതിൽ പഴശ്ശിയുടെ കൂടെ ചേരുകയൊക്കെ ചേർന്നു. മാത്രമല്ല ഈ എളമ്പുലാശ്ശേരി ഉണ്ണിമൂസ മൂപ്പനൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. ടിപ്പുവിനെതിരാണ് ഇവര് പറഞ്ഞ ഒരു വളരെ കൃത്യമായൊരു മുദ്രാവാക്യമുണ്ട്, വരത്തൻ ഞങ്ങൾക്ക് വരത്തനാണ്. എന്നുവെച്ചാൽ ലണ്ടനിൽ നിന്ന് വന്നാലും മൈസൂരിൽ നിന്ന് വന്നാലും ഞങ്ങൾക്ക് വരത്തൻ. എന്നുവെച്ചാൽ അധിനിവേശമാണ്. ആ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കോഴിക്കോടിൻ്റെ പേരൊക്കെ ടിപ്പു സുൽത്താൻ മാറ്റാൻ തീരുമാനിച്ചാൽ അങ്ങനെ ആലോചന നടന്നിരിക്കാം. കാരണം ടിപ്പുവിന് ആ ഒരു രീതി അദ്ദേഹത്തിന് മൊത്തം കാണുന്നുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് ആകെ പേരിടാൻ അറിയാവുന്നത് ഈ പേരുകളൊക്കെയാണ്. അപ്പോൾ പേര് മാറ്റാൻ ശ്രമിച്ചാൽ തന്നെ, തീരുമാനിച്ചാൽ തന്നെ അന്ന് തന്നെ കോഴിക്കോട് തള്ളിക്കളയും. അതൊക്കെ തള്ളിപ്പോയിട്ടുണ്ട് എന്ന് തന്നെ തോന്നുന്നു. കാരണം അത് നിലനിന്നതായിട്ട് ബ്രിട്ടീഷ് റെക്കോർഡ്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. തൽക്കാലം അത് പിടിച്ചപ്പോൾ ഇങ്ങനെ മാറ്റാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സുൽത്താൻ ബത്തേരിയുടെ കാര്യം സാർ, എനിക്ക് തോന്നുന്നു ടിപ്പു പോലും അല്ല അത് മാറ്റിയത്. ടിപ്പുവിന്റെ പട്ടാളം വന്ന് ചേർന്ന സൈനിക താവളമായ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അത് ആ നാട്ടിലുണ്ടാക്കിയത് ഞെട്ടിക്കുന്ന കാഴ്ചകളും ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു ഓർമ്മയ്ക്ക് ആ സ്ഥലം മാറി. പിന്നെ ആളുകൾ ഓർക്കുന്നത് ആ പേര് മാറ്റിയതായിട്ട് ഞാൻ കാണുന്നത് സുൽത്താൻസ് ബാറ്ററി എന്നുള്ളത് ടിപ്പുവിന് കൊടുത്ത പേരല്ലല്ലോ, അത് ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാണ്. അപ്പൊ എന്താ വെച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ കൂടി പേടി സ്വപ്നം ആയിരുന്നല്ലോ. കാരണം ബാറ്ററി എന്ന് പറയുന്നത് സാധാരണ ഇംഗ്ലീഷ് പീരങ്കി പടക്കാണ്. പീരങ്കികളുടെ അങ്ങനെ പീരങ്കി പട വന്ന് താവളം അടിച്ചിരുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ അകത്താണ് താവളം അടിച്ചിരുന്നതെന്ന് പറയുന്നു അന്ന്. പക്ഷേ ഈ ഇതിന്റെ പേര് നമ്മുടെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ആർവേ ബാബറാണ് അവിടെ റവന്യൂ ഡിവിഷൻ നടത്തിയത് വയനാട്ടില്. മറ്റേ സി ഗോപാലൻ നായർ മാപ്പിളയാളെ പറ്റി ആദ്യ പുസ്തകം എഴുതിയ മറ്റേ ചേച്ചൂർ ശങ്കർ നായരുടെ ബ്രദർ, അദ്ദേഹം വയനാടിനെ പറ്റി ട്രൈബ്സ് ഓഫ് വയനാടിനെ പറ്റി എഴുതിയ പുസ്തകത്തിലുമൊക്കെ പറയുന്നുണ്ട്.
അന്ന് ഈ ഇത് ഡിവിഷനായിട്ട് റവന്യൂ ഡിവിഷനായിട്ട് വിഭജിക്കുമ്പോൾ ഗണപതി വട്ടം ഉണ്ട്, രേഖകളിൽ കാണുന്നുണ്ട്. മുന്നനാട്, മുത്തൂർ നാട്, ഇളങ്കൂർ നാട്, നല്ലൂർ നാട്, ഇടനാഗങ്കൂർ, പോരന്നൂർ, കുറുമ്പാല, വയനാട്, നമ്പിക്കൊല്ലി, ഗണപതി വട്ടം, ഇത്രയും ഡിവിഷനുകൾ വയനാടിന്റെ സബ് ഡിവിഷൻസ് ആണ്. ഡിവിഷൻസ്. അപ്പോ എനിവേ ഇതിനകത്ത് സർ ഇപ്പോ ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ ചർച്ച ഉയർന്നു വന്നപ്പോ ഞാൻ അതിൽ കാണുന്ന പോസിറ്റീവായ ഒരു കാര്യം പറയാം. എന്ന് വെച്ചാൽ ഈ അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ചരിത്രത്തിൽ വേണ്ടാന്ന് തീരുമാനിക്കുന്നതിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു താൻപോരിമയുണ്ട്, രാഷ്ട്രത്തിന്റെ ഒരു അഭിമാനമുണ്ട്. അത് നല്ലതാണ്. അപ്പോ അത് എല്ലാത്തരം അധിനിവേശത്തിനും അത് ബാധകമാണ്, എല്ലാതരം സാമ്രാജ്യത്വ ശക്തികൾക്കും ബാധകമാണ്. ഇപ്പൊ നമ്മുടെ VJT ഹാള്, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, വളരെ മോശമായിട്ടാണ് അത് തുടർന്നുകൊണ്ടിരുന്നത്. അത് അടുത്ത കാലത്തല്ലേ, അടുത്ത കാലത്ത് പേരിലേക്ക് ഇപ്പൊ അയ്യങ്കാളിയുടെ പേരിലേക്ക് മാറ്റി. ആരുടെ പേരിലേക്കായാലും വിക്ടോറിയ ജൂബിലിയുടെ ഒരു പ്രേതം പേറേണ്ട യാതൊരു കാര്യവും ഇപ്പോൾ കേരളത്തിനും ഇന്ത്യക്കും ഇല്ല. ആ ഒരു ധാരണ നല്ലതാണ്. എല്ലാ അധിനിവേശക്കാർക്കും ഇത് ബാധകമാണ്. ഇത് ഇപ്പൊ മുഹമ്മദ് ഗോറി വന്നാലും ഗസ്നിയുടെ പേര് അവരൊക്കെ ഇട്ട സുൽത്താൻമാർ, ഏത് സുൽത്താൻ വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ നടത്തിയ ഏത് അധിനിവേശത്തെയും മായ്ച്ചു കളയുക, അധിനിവേശത്തിന്റെ അംശങ്ങളൊക്കെ മായ്ച്ചു കളയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരുന്നു, സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. EMS നമ്പൂതിരിപ്പാട് ആദ്യത്തെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഇമ്പീരിയലിസ്റ്റ് അംശങ്ങൾ തുടച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ സാറിന്? ഒന്ന്, ഈ മലബാർ സ്പെഷ്യൽ പോലീസിൽ വിവേചനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മലബാർ കലാപത്തിൽ മുസ്ലിങ്ങളെ അടിച്ചു അമർത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു പോലീസ് ആ വിവേചനം അവസാനിപ്പിച്ചു. സ്വദേശാഭിമാനി പ്രസ് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി കൊണ്ടുപോയി, ഓർമ്മയുണ്ടല്ലോ, 1906 50 കൊല്ലത്തേക്ക് ആരും അതിന് പ്രതിവിധി ഉണ്ടാക്കാൻ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കുറെ കാലം കഴിഞ്ഞെങ്കിൽ ഇവിടെ അതിന് പ്രതിവിധി ഉണ്ടായിരുന്നില്ല. അതിന് പ്രതിവിധി ഉണ്ടാക്കി. വക്കമൗലവിയുടെ മക്കൾക്ക് അതിന്റെ അനന്തരാവകാശം വീതം നഷ്ടപരിഹാരം കൊടുത്തു. ഇതൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം എന്താ? മാത്രമല്ല, മലപ്പുറം നേർച്ച നിരോധിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. സാറിന് ഓർമ്മയുണ്ടോ? ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു എന്ന് വെച്ചാൽ നേർച്ചയിൽ ഈ ഖിലാഫത്ത് കമ്മിറ്റി കയറി കൂടിയിട്ട് ബ്രിട്ടീഷ് വിരുദ്ധമായ അംശങ്ങൾ ഉണ്ടായി, കലാപം ഉണ്ടായി. അപ്പോൾ എന്നാ പിന്നെ നേർച്ച തന്നെ വേണ്ടാന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ അത് EMS പുനഃസ്ഥാപിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ഇമ്പീരിയലിസത്തിന്റെ അംശങ്ങൾ, അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ആധുനിക ജനാധിപത്യ രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് BJP ഒന്നുമല്ല. ആദ്യം കമ്മ്യൂണിസ്റ്റുകാർക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ അത് പോസിറ്റീവ്, അതൊരു പൊതു ധാരണയാണല്ലോ, നിലപാടാണല്ലോ, അങ്ങനെ എടുത്തൂടെ? അങ്ങനെ വരുമ്പോൾ ചിലതൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ സാറ് ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഇത് ഇവരുടെ പലപ്പോഴും ടിപ്പുവിന്റെ മാത്രം ഒരു അജണ്ടയല്ല. ടിപ്പുവിന് ശേഷം അറിഞ്ഞു അറിയാതെ ഇത് പലരും ചെയ്യുന്നുണ്ട്. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി സമദാനിയാണ്. ഇദ്ദേഹം അതിൻ്റെ തൊട്ടു മുമ്പ് മലപ്പുറത്തെ MP ആയിരുന്നല്ലോ. ഇദ്ദേഹം MP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് നിൽക്കുന്ന നാടിൻ്റെ പേര് മാറ്റി. ആരും അത് അധികം പേര് അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാൽ തന്നെ മിണ്ടൂല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ നാട് മലപ്പുറം ജില്ലയിൽ ഈ കോട്ടക്കലിനടുത്ത് ഒരു കൊച്ചു ഗ്രാമമാണ്. പിന്നീട് അതൊരു ഒരു കൊച്ചു അങ്ങാടിയായിട്ട് മാറി. ആ നഗരത്തിൻ്റെ പേര് ഈ ചെനക്കൽ അങ്ങാടി എന്നാണ്. ചെനക്കൽ അങ്ങാടി പഴയ പേരാണ്, ചെനക്കൽ അങ്ങാടി. പൊടുന്നനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇദ്ദേഹം ആ നാട്ടിലെ സകല കച്ചവടക്കാരോടും പറഞ്ഞു, ഇനി മുതൽ നമ്മുടെ നാടിൻ്റെ പേര് മാറ്റണം. അപ്പോൾ എന്ത് മാറ്റണം? അത് ഇനി മുതൽ നമ്മുടെ നാട് സർഹിന്ദ് നഗർ എന്നറിയപ്പെടും. നാട്ടുകാർ നാവ് കൊടുക്കുന്ന പേരാണ്, നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടാ. സർഹിന്ദ് നഗർ. ആരാണ് സർഹിന്ദ് എന്നറിയാലോ? ഇത് നമ്മുടെ അക്ബറിനെതിരായി വലിയ കലാപം കൂട്ടിയ ജിഹാദിയാണ്. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാൻ പോയതുകൊണ്ട് സമദാനിക്ക് അറിയാവുന്ന പേരാണ്. എവിടെയൊക്കെ ഈ മുസ്ലിം വികാരം ആളിക്കത്തിക്കാമോ അതിന് അദ്ദേഹത്തിൻ്റെ മതപ്രസംഗങ്ങൾ ഉപയോഗിക്കുന്നൊരു പേരാണ്. ആ പേര് കൊണ്ടുവന്നിട്ട് നമ്മുടെ കോട്ടക്കൽ പോലെ ഒരു പ്രദേശത്ത് ആ നാടിൻ്റെ പേര് മാറ്റാൻ തീരുമാനിച്ചു ഇദ്ദേഹം. അതായത് അദ്ദേഹം വലിയ മഹാപണ്ഡിതനല്ലേ, അദ്ദേഹം നാട്ടിലെ MP നേതാവാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അങ്ങനെ പലരും അവിടെ വിധേയത്വം കൊണ്ട് ആ പേര് മാറ്റി. അങ്ങനെ വ്യാപകമായി ആ പേര് മാറ്റിയപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അന്ന് ഇടതുപക്ഷക്കാർ വെച്ച മീറ്റിങ്ങിൽ ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ അധിനിവേശം? നിങ്ങൾക്ക് കൊട്ടക്കലങ്ങാടിക്കടുത്ത് ചെനക്കലങ്ങാടി എന്നൊരു നാടിൻ്റെ പേര് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേര് ആരുടെയൊക്കെ പേരാക്കി മാറ്റാൻ നിങ്ങൾക്ക്.
PS വാര്യരുടെ പേര് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെതാണ് കോട്ടക്കൽ. അദ്ദേഹമാണ് കോട്ടക്കലിന് ആഗോള പ്രശസ്തി ഉണ്ടാക്കിയത്. വാര്യർ സാറിന്റെ പേര് കൊടുത്തൂടെ? വേണ്ട. കോട്ടക്കലിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവായിട്ട് മുൻമന്ത്രിയായ UA ബീരാൻ ഉണ്ടായിരുന്നു. മനോരമ തമ്പുരാട്ടിയുടെ പേര് കൊടുക്കാം. ഏറ്റവും വലിയ വിദുഷിയായിരുന്ന അവര് ധർമ്മരാജാവിനെയൊക്കെ സംസ്കൃതമൊക്കെ പഠിപ്പിച്ച, എത്രയോ പുരുഷന്മാരെ സംസ്കൃതം പഠിപ്പിച്ച അവര് കോട്ടക്കലെ കുടുംബത്തിലെയാണ്. സാറ് പറഞ്ഞപ്പോഴാണ് അതുപോലെ മനോരമ തമ്പുരാട്ടിയുടെ പേര് കൊടുക്കാം. ഞാൻ പറയുന്നത് ഇപ്പം നിവൃത്തി ബീരാൻ നഗരെങ്കിലും കൊടുക്കാം. അദ്ദേഹം അവിടുന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ്, മന്ത്രിയാണെന്നെങ്കിലും പറയാലോ. ഇതൊന്നും അല്ല കൊടുക്കുന്നത്. ഈ മലയാളിക്ക് യാതൊരു പരിചയമില്ലാത്ത, ഇനി ആരാണെന്ന് അന്വേഷിച്ച് പോയാൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു പൊതുമണ്ഡലത്തിൽ ഒന്നും അവകാശപ്പെടാനില്ലാത്ത പേര് കൊടുക്കുക. ഈ ഏർപ്പാടുണ്ട്. ഈ ഏർപ്പാട് ഇതിന് മുമ്പുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. പിന്നെ അപകടം പിടിച്ച പേരുകളല്ലാത്തത് കൊണ്ടാണ് വലിയ കലാപം വരാറ്. ഇപ്പൊ പെരിന്തൽമണ്ണക്കടുത്ത് പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മലപ്പുറം ജില്ലയിൽ. പട്ടിക്കാട്, ആ സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു കോളേജ് തുടങ്ങിയപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് തന്നെ മാറ്റി. ഇപ്പൊ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ബോർഡ് പോലും നിങ്ങൾ ചെന്നാൽ കാണൂല. സ്ഥലത്തിന്റെ പേര് എന്താണെന്നറിയോ? ശാന്തപുരം. പട്ടിക്കാട് ഈ മാപ്പിള ലഹളയുടെ ഒക്കെ കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പക്ഷെ എന്താ വെച്ചാൽ അതിന് വേറൊരു മുസ്ലിം പേര് കൊടുക്കാത്തത് കൊണ്ട് ആരും വലിയ ഒച്ചപ്പാടുണ്ടാക്കും. പക്ഷെ ഇവര് മാറ്റിയതാണ്. ഇപ്പോ ഈ PSMO കോളേജ് ഓരോന്നിനും ഓരോ പേരാണ്. ഇപ്പോൾ PSMO കോളേജിന് എന്താണ് പേര്? ഇതേപോലെ ഒരു ബാദാണ്, ഫാറൂഖാബാദ് എന്ന് പറയുന്ന പോലെ, ഫൈസാബാദ് എന്ന് പറയുന്ന പോലെ ഒരു ബാദ് ചേർത്തിട്ടാണ്. ഞാൻ ആ പേര് മറന്നു. എന്തായാലും ഇവരൊക്കെ എവിടെയൊക്കെ ഏത് സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ നാടിന് പേര് മാറ്റുന്നുണ്ട്. ധാരാളം പേര് ഇങ്ങനെ മാറ്റിയതിന്. അപ്പോൾ ഔറംഗാബാദ് നമ്മൾ സംഭാജി നഗർ എന്ന് മാറ്റിയിട്ടുണ്ട്. ഉസ്മാനാബാദ് ധാരാശിവ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലൊക്കെ സർക്കാരിൻ്റെ ഒക്കെ കാലത്ത്. ഇവിടെ നമുക്ക് ഗണപതി വട്ടം എന്ന് നേരത്തെ ആക്കാൻ കഴിയുമായിരുന്നു. EMS സർക്കാരിന്റെ കാലത്ത്. ഞാൻ പറയുന്നത് കുറച്ചുകൂടി ലാർജർ എക്സ്റ്റെന്റിലേക്ക് ഗണപതി വട്ടം വ്യാപിക്കാൻ കഴിയുമായിരുന്നു. 1968 ഈ ഗണപതി വട്ടം ഉണ്ടായിരുന്ന കിടങ്ങനാട് പഞ്ചായത്ത് വിഭജിച്ചിട്ട് നൂൽപ്പുഴ, നെന്മേനി പഞ്ചായത്തുകളാക്കി മാറ്റി. അപ്പൊ ഒരു പഞ്ചായത്തിന് ഗണപതി വട്ടം എന്ന് പേരിടാമായിരുന്നു. മാത്രമല്ല അത് സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കാമായിരുന്നു. മാത്രമല്ല ഇത് BJP ഉന്നയിക്കുന്നതിന്, സുരേന്ദ്രൻ ഉന്നയിക്കുന്നതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ വാദം, ഈ ആവശ്യം ഞാൻ കേട്ടു. സുൽത്താൻ ബത്തേരിയുടെ പേര് അങ്ങനെ വരുന്നതിന്, ബ്രിട്ടീഷുകാർ അങ്ങനെ ഇടുന്നതിന് മുമ്പ് ഗണപതി വട്ടം എന്നാണെന്ന് ഞാനും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. രണ്ട് ഓർമ്മകൾ നമ്മൾ ഓർമ്മ. രണ്ട് അധിനിവേശത്തിനെതിരാണ്. ഈ വയനാട്ടിന്റെ ഒരു ചരിത്രം അറിയാലോ സാറിന്. ഈ പഴശ്ശി രാജാവ് ആദ്യം ടിപ്പുവിനെ ആദ്യം ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ച് ടിപ്പുവിനെ തടയാൻ നോക്കിയ ആളാണ്. രണ്ടാമത് ടിപ്പുവിനെ കൂട്ടുപിടിച്ച് ബ്രിട്ടീഷുകാരെ തടഞ്ഞ ഒരാളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ രണ്ട് അധിനിവേശ ശക്തിയാണ് വയനാട്ടിലൂടെ കടന്നു വന്നത്. ഒന്ന് ടിപ്പുവാണ്, മറ്റൊന്ന് ബ്രിട്ടീഷുകാരാണ്. ടിപ്പുവിന്റെ അധിനിവേശത്തിന്റെ സൈനിക ക്യാമ്പിന് പേരിട്ടുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഒരേ സമയം സുൽത്താൻ ബത്തേരി രണ്ട് ഓർമ്മകൾ ഉണർത്തുന്നുണ്ട്. ടിപ്പുവിന്റെയും ഓർമ്മ ഉണർത്തുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഓർമ്മ ഉണർത്തുന്നുണ്ട്. രണ്ട് അധിനിവേശ ശക്തിക്കും എതിരായി എടുക്കാവുന്ന തീരുമാനമാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക. സുരേന്ദ്രൻ പറഞ്ഞു എന്നതുകൊണ്ട് ചരിത്രപരമായ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം BJP ആണ്, അതുകൊണ്ട് അപ്പറഞ്ഞത് പാടില്ല. സത്യത്തില് അഹമ്മദ് ഇതൊരു വിഴുപ്പാണ്. ഈ പേരുകള് അധിനിവേശ വിഴുപ്പുകളാണ്. ഇതൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. അത് പണ്ട് റെച്ചഡ് ഓഫ് ദ എർത്തിൽ ഫ്രാൻസ് ഫാനൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ മണ്ണാണ് പ്രധാനം, മണ്ണിലേക്ക് തിരിച്ചു പോവുക, ഈ അധിനിവേശത്തിൻ്റെ തുരുമ്പുകൾ നീക്കിയെടുക്കുക, അങ്ങനെയാണ് ശുദ്ധീകരണം സാധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കർത്തവൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ഏറ്റവും ചുരുങ്ങിയത് കേരള രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള ഒരു ചിന്തയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒട്ടാകെ വന്ന ഒരു ചിന്ത, വരേണ്ട ഒരു ചിന്ത, അധിനിവേശത്തിന്റെ ബാക്കി പത്രങ്ങൾ, അധിനിവേശത്തിന്റെ വിഴുപ്പ്, സാറിന്റെ ഭാഷയിൽ പറഞ്ഞ അധിനിവേശത്തിന്റെ വിഴുപ്പ് ഇനിയും ഈ രാജ്യം പേറേണ്ടതുണ്ടോ എന്ന ചിന്ത. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഇത് കേരളമാണ് എന്നാണ്. പറഞ്ഞോളട്ടെ, സുൽത്താൻ ബത്തേരി നിന്നോളും എന്നാണ്. സുൽത്താൻ ബത്തേരി അദ്ദേഹത്തിന്റെ ഭാര്യ വീടും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വൈകാരികമായ ബന്ധമുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ചിന്ത അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുന്ന പ്രശ്നമില്ല ഇത്. തീർച്ചയായിട്ടും. മാത്രമല്ല എത്രയോ നല്ല പേരാണത്. തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന ആ ഒന്നാമത് ഈ നവീന ശിലായുഗമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ എടക്കൽ ഗുഹയുമൊക്കെ. എത്രയോ നമ്മുടെ പൈതൃക
തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറയുന്നത് ആ പേരുകളുടെ നന്മയും തിന്മയും, നല്ലതോ ചീത്തയോ എന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പേര് നമ്മുടെ ആദിമമായ ഒരു നാടിന്റെ ആദിമമായ പേരാണല്ലോ. അതെ, അതാണല്ലോ നമ്മുടെ നാടിന്റെ അടയാളം. ഗൃഹാതുരത്വം. തീർച്ചയായിട്ടും ആ പേര് ചർച്ചയ്ക്ക് വരട്ടെ. തീർച്ചയായിട്ടും ആ പേര് ചർച്ചയ്ക്ക് വരുത്താൻ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിച്ചെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിനും ചരിത്രത്തിനും ഒക്കെ ഉപകാരപ്പെടും. ഗണപതി മിത്തല്ല എന്ന് വീണ്ടും തെളിയുന്നു. തീർച്ചയായിട്ടും. ഓക്കെ.